നന്ദമുരി ബാലകൃഷ്ണ എന്നറിയപ്പെടുന്ന നമ്മുടെ ബാലയുടെ കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി തുടക്കകാലത്ത് കുറച്ച് ഫാന്റസി സെക്ഷനിലൊക്കെ നല്ല നല്ല പടങ്ങളൊക്കെ ചെയ്തിരുന്നു. പിന്നെ പുള്ളി ഒരു മാസ് ഫിഗറാണ്, ഒരു ലാർജർ ദാൻ ലൈഫ് ആയിട്ടുള്ള ആ രീതിയിലുള്ള ക്യാരക്ടേഴ്സൊക്കെയാണ് പുള്ളി കൂടുതലും ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പുള്ളിയുടെ കരിയറിൽ റീസെന്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതമിപുത്ര ശതകർണി എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അതൊരു ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ഫിലിമാണ്. ആ സിനിമ പുള്ളിയുടെ കരിയറിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പോൾ നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ള നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെയുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ബാലയ്യ എന്ന നടനും ഒരു ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണെന്ന് പുള്ളി ആ പടത്തിലൂടെ തെളിയിച്ചതാണ്. പക്ഷേ ആ സിനിമ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ശരിക്കും മാറിയത് ഡയറക്ടർ കൃഷ്ണായിരുന്നു. അപ്പോൾ കൃഷ് എന്ന് പറയുന്ന ഡയറക്ടർ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഈ സിനിമകൾ എടുക്കാൻ മിടുക്കനാണ് എന്ന് ഇൻഡസ്ട്രിയിൽ തന്നെ എല്ലാവരും അറിഞ്ഞു. പിന്നീട് പുള്ളി മണികർണിക എന്നുള്ള സിനിമ പുള്ളിയാണ് ഭൂരിഭാഗം ചെയ്തത്. പിന്നെ അതിന്റെ ലീഡ് ഹീറോയിനായിട്ടുള്ള കങ്കനായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ കാരണം പിന്നെ പുള്ളി ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയി. ബാക്കി പോർഷനൊക്കെ കങ്കന ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്, കറക്റ്റായിട്ട് അറിയില്ല. ഏതാണ്ട് അതേ സംഭവം തന്നെയാണ് ഈ സിനിമയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. അതായത് ഇതിന്റെ പ്രൊഡക്ഷൻ ഡിലേ എന്നൊക്കെ പറയുന്നത് 2020 ആ സമയങ്ങളിലൊക്കെ ഇത് ഷൂട്ടിംഗ് തുടങ്ങിയതാണ്. അപ്പോൾ ഒന്നാമത് പവൻ കല്യാൺ പുള്ളി ഇവർ പാർട്ട് ടൈം ആയിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത്, അറിയാലോ, ഡെപ്യൂട്ടി CM ആണ് ആന്ധ്രയുടെ. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് ഈ കൃഷ് എന്ന് പറയുന്ന ഈ ഡയറക്ടർ ഈ സിനിമ ഇത് ഉപേക്ഷിച്ച് കളഞ്ഞ് അതിനുശേഷം പ്രൊഡ്യൂസർ AM രത്നമാണ്. AM രത്നത്തിനെ കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ, തമിഴിലും തെലുങ്കിലൊക്കെ ആണെങ്കിലും ഒരുപാട് നല്ല നല്ല പടങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരു അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ AM രത്നത്തിന്റെ മകനാണ് ഈ പടം പിന്നെ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് AM രത്നത്തിന്റെ മകനെടുത്ത ആ ഒരു സീക്വൻസ് ഏതാണെന്നും കൃഷ് എടുത്ത ആ സീക്വൻസ് ഏതാണെന്നും നമുക്ക് മനസ്സിലാവും. അത് എവിഡന്റ് ആണ്. അതാണ് ഈ സിനിമയിലെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം. പിന്നെ ഈ സിനിമ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഫാന്റസി എന്ന് പറയാം. കാരണം ഹരിഹര വീരമല്ലു എന്നുള്ളൊരു ക്യാരക്ടർ യഥാർത്ഥത്തിൽ ഉള്ളതല്ല. പക്ഷേ ഈ സിനിമയിലെ വില്ലൻ ഔറംഗസേബാണ്. ഔറംഗസേബ് എന്ന് പറയുമ്പോൾ ഈ മുസ്ലിം അല്ലാത്തവരെയൊക്കെ കൊല്ലുക, ഹിന്ദു വിഗ്രഹങ്ങളൊക്കെ തകർക്കുക, മതചിഹ്നങ്ങളൊക്കെ നശിപ്പിക്കുക, ഈ മതപരിവർത്തനം അതിനുവേണ്ടി നിർബന്ധിക്കുക തുടങ്ങി ഒരു മുസ്ലിമായിട്ടുള്ള വ്യക്തി ഹിന്ദുക്കളോട് അന്തക്കാലത്ത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതൊക്കെയാണ് പഠിപ്പിക്കുന്ന ഒരു സിനിമയാണ് ഹരിഹര വീരമല്ലു. അപ്പോൾ ഹിന്ദു ആ മതത്തിന് വേണ്ടിയും ഹിന്ദുക്കൾക്ക് വേണ്ടിയും നിലകൊള്ളുന്ന ധർമ്മം സംരക്ഷിക്കുന്ന നമ്മുടെ നായകനാണ് ഹരിഹര വീരമല്ലു. പവൻ കല്യാൺ ആണ് ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുള്ളിയുടെ ഇൻട്രോ എന്ന് പറയുന്നത് ഒരു കള്ളനാണ്. കള്ളൻ എന്ന് പറഞ്ഞാൽ വജ്രം മാത്രമാണ് പുള്ളി മോഷ്ടിക്കുന്നത്. പക്ഷെ ഈ മോഷ്ടിച്ച് കിട്ടുന്ന കാശൊക്കെ ഉണ്ടല്ലോ, ഈ കാശ് വെച്ച് പാവങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെ 2-3 ഡയലോഗുകളുണ്ട്. ഇത് മോഷ്ടിക്കുന്ന ഒന്നും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയൊന്നും അല്ല, പാവങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളതാണ്. അപ്പോൾ ഓരോരോ കൊട്ടേഷൻ, അതായത് ഓരോരോ ആളുകളുടെ അടുത്തുനിന്ന് ഇന്ന പോലെ വജ്രം മോഷ്ടിച്ച് ഇവിടെ എത്തിക്കാം, എന്നിട്ട് അതിന്റെ കമ്മീഷൻ വേണം, അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് രീതിയിലുള്ള ഒരു ആദ്യത്തെ 1 മണിക്കൂർ എന്ന് പറയുന്നത് ശരിക്കും ആ 1 മണിക്കൂർ എൻജോയബിൾ ആണ്. ഇത് കൃഷി എടുത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന്റെ പേസിങ്, അതിൽ വരുന്ന സീക്വൻസ്, പിന്നെ അതിനകത്തുള്ള ആ ഒരു പെട്ടെന്ന് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്, പിന്നെ രസമുള്ള കുറച്ച് സീക്വൻസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ 1 മണിക്കൂർ എന്ന് പറയുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് നെഗറ്റീവ് റിവ്യൂ ഇട്ട പടമാണല്ലോ, പിന്നെന്താണ് ഇത് നല്ല എൻഗേജിങ് ആയിട്ടൊക്കെ പോകുന്നുണ്ടല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് നമ്മുടെ ഇന്റർവൽ പോയിന്റ് വരുന്നത്. ഇന്റർവൽ പോയിന്റിലാണ് ശരിക്കും ഈ സിനിമ തുടങ്ങുന്നത് തന്നെ. അതായത് ഈ കോഹിനൂർ എന്നുള്ള വജ്രം മോഷ്ടിക്കാനായിട്ടുള്ള കൊട്ടേഷൻ ഈ മല്ലു ഏറ്റെടുക്കുകയാണ്. പക്ഷെ അത് അത്ര എളുപ്പമൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ളത് ബോബി ഡിയോളിന്റെ ഔറംഗസേബ് എന്നുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ അങ്ങോട്ടുള്ള സിനിമ എന്ന് പറയുന്നത് ഈ കൊച്ചു TVയിലൊക്കെ കാണുന്ന പോലെ കൈൻഡ് ഓഫ് ഗ്രാഫിക്സ് ആണ് ഈ സിനിമയിൽ വരുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സുമെടുക്കും. പിന്നെ ഇതിൽ ആക്ഷൻ സീക്വൻസിന് നമുക്ക് എൻഗേജിങ് ആക്കാൻ പറ്റുന്നില്ല. നമുക്കൊരു ഇൻട്രസ്റ്റ്, ഒരു ക്യൂരിയോസിറ്റി തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇതിൽ ആക്ഷൻ സീക്വൻസിനില്ല. നായകൻ ആരാണ്, എന്താണ് പുള്ളിയുടെ ലക്ഷ്യം എന്നുള്ളതിനൊക്കെ ഈ ബാഹുബലി, RRR, പിന്നെ KGF ഈ കൈൻഡ് ഓഫ് സിനിമകളിൽ നിന്നൊക്കെ ഓരോ സീക്വൻസ് ഒക്കെ എടുത്ത് നമുക്ക് തരികയാണ്. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് നീ എന്നൊക്കെ പറയുന്നതും ഈ സിനിമയുടെ തുടക്കം തന്നെ ഒരു വെള്ളത്തിൽ ഒഴുകി വരുന്ന കുട്ടി. അതായത് ഈ ബാഹുബലിയും KGFും RRR ഒക്കെ കണ്ടിട്ട് എനിക്കും ഇതുപോലെയൊക്കെ ഒരു പടം വേണം എന്നൊക്കെ ചോദിച്ചു മേടിക്കും എന്നൊക്കെ പറയൂലേ, അങ്ങനെയൊക്കെയുള്ള കുറേ സീനുകളാണ് വരുന്നത്. പിന്നെ ഈ ഹരിഹര വീരമല്ലുവിന് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട്. ആക്ച്വലി പുള്ളിക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കടുവ, പിന്നെ കരിമ്പുലി തുടങ്ങിയവരോടൊക്കെ സംസാരിക്കാൻ പറ്റും. മഴ പെയ്യുന്നത്, പിന്നെ പാറ ഉരുൾപൊട്ടലൊക്കെ നടക്കുന്നതാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് മുൻകൂട്ടിയൊക്കെ അറിയാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ പുള്ളിക്ക് കഴിവൊക്കെ ഉണ്ടെന്നുള്ളതിന് ഒരു റീസൺ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആയതുകൊണ്ട് പുള്ളിക്ക് ഇത്രയും കഴിവുകൾ വരുമോ എന്നുള്ളതും അത്ര ക്ലാരിറ്റിയോടുകൂടി പറയുന്നില്ല. കാരണം ഈ സിനിമ പൂർണ്ണമല്ല. കാര്യം ഇതിന് പാർട്ട് 2 ഉണ്ട്. പാർട്ട് 2 ഇനി എന്ന് വരുമെന്നറിയില്ല. മൊത്തത്തിലൊരു പീരീഡ് ഹൈസ്റ്റ് ഫിലിം എന്നുള്ള രീതിയിൽ തുടങ്ങി, പിന്നെ അത് ഹീറോ ബിൽഡപ്പുകളെല്ലാം മാറി ഒരു നനഞ്ഞ പടക്കമായിട്ട് മാറി അവസാനിക്കുന്ന ഒരു സിനിമയാണ്. ഇതിന്റെ ക്ലൈമാക്സ് സീക്വൻസ് ഒക്കെ വൺ ട്രോൾ മെറ്റീരിയലുള്ള ഒരു വകുപ്പുകളൊക്കെ ഉണ്ട്. RRRൽ രണ്ടുപേരും കൈപിടിച്ചൊക്കെ നിൽക്കുന്നില്ല, അതേപോലെയൊക്കെയാണ് ഇത് അവസാനിക്കുന്നത്. സെക്കൻഡ് പാർട്ട് വരുമെന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല. കാരണം ഫസ്റ്റ് പാർട്ട് തന്നെ ഇങ്ങനെയാണ്, 5 കൊല്ലം കൊണ്ടാണ് ഇതെടുത്തത്. ഈ 5 കൊല്ലം കൊണ്ട് ഇനി പവൻ കല്യാൺ ചിലപ്പോൾ ഡെപ്യൂട്ടി CM മാറിയിട്ട് ചിലപ്പോൾ PM ഒക്കെ ആവാൻ സാധ്യതയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പറയാൻ പറ്റില്ല നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുമെന്ന്. വരികയാണെങ്കിൽ തന്നെ ഇത് ബിലാലായിട്ട് ക്ലാഷ് റിലീസ് ആയിരിക്കും.